ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തുമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഈ ഒരു ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന സാലറി എന്തുമാത്രം ഉണ്ട്? ഈ ഒരു ഫീൽഡിനകത്ത് ഈ പറയുന്ന ആർക്കൊക്കെ ജോബിന് പോകാൻ പറ്റും? അതിനകത്ത് ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ ആണോ? എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ പെട്രോളിയം ഇൻഡസ്ട്രി എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഫീൽഡാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വേൾഡ് വൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയും കൂടിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ വരുന്ന മൂന്ന് സ്ട്രീമുകൾ ബേസ് ചെയ്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, ഒന്ന് അപ്സ്ട്രീം എന്ന് പറയും, രണ്ടാമത് വരുന്നത് മിഡ് സ്ട്രീം എന്ന് പറയും, മൂന്നാമത് വരുന്നത് ഡൗൺ സ്ട്രീം എന്ന് പറയും. മെയിൻ ആയിട്ട് വരുന്നത് ഈ 3 ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇത് കൂടാതെ ഒരുപാട് സബ് ഡിപ്പാർട്ട്മെന്റുകൾ, മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് സബ് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് ഈ പറയുന്ന അപ്സ്ട്രീം, മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം എന്ന് പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ എന്താണ് ഈ അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 പ്രോസസ്സിംഗ് ആണ് വരുന്നത്. ഒന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. നമുക്കറിയാം, ഈ പറയുന്ന സീസ്മിക് സർവേ, അതുപോലെ ജിയോളജിക്കൽ സർവേ, എന്ന് വെച്ചാൽ ഈ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കണ്ടന്റ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഈ പറയുന്ന ജിയോളജിസ്റ്റുകൾക്കാണ്. കാരണം ഇതിൻ്റെ കണ്ടന്റ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കലാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സീസ്മിക് സർവേ അല്ലെങ്കിൽ ജിയോളജിക് സർവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ ഈ പറയുന്ന ജിയോളജി കഴിഞ്ഞ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്തൊരു സെക്ഷനാണ് നമുക്ക് ഈ പറയുന്ന ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് ആണ് ഈ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയും കൂടിയാണ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സ്പ്ലോറേഷനിൽ നമുക്ക് ഇത് കണ്ടന്റ് എവിടെ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതാണ് ഈ പറയുന്ന ഡ്രില്ലിംഗ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ക്രൂഡിലേക്ക് അല്ലെങ്കിൽ ഗ്യാസിലേക്ക് എത്തുന്ന ആ ഒരു ഫോമിനാണ് നമ്മൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡ്രില്ലിംഗ് മേഖലയിൽ തന്നെ നമുക്ക് ഒരുപാട് ജോബ് ഡെസിഗ്നേഷൻസ് ഉണ്ട്. ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒരുപാട് ഹൈ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ, നമുക്കറിയാം ഡ്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഡ്രില്ലർ. അസിസ്റ്റന്റ് ഡ്രില്ലർ, ഡെറിക് മാന്, ഫ്ലോർ മാന്, റോസ്റ്റ് അബൌട്ട്, അതുപോലെ ഈ പറയുന്ന സൈറ്റ് എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, സേഫ്റ്റി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന ഡ്രില്ലിംഗ് സെക്ഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാലറിയും കൂടെ ഉള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഡ്രില്ലിംഗ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂഡിനെ അല്ലെങ്കിൽ ഈ ഗ്യാസിനെ ഭൂമിയുടെ സർഫസിലേക്ക് എത്തിക്കുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ ഈ പറയുന്ന അപ്സ്ട്രീം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്ത ക്രൂഡിനെ നമ്മൾ ഭൂമിയുടെ സർഫസിലേക്ക് എത്തിച്ചു. ആ സർഫസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമിലേക്ക് അതിനെ മാറ്റണം. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, കറോസിൻ പോലുള്ള ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൂഡിനെ നമുക്ക് റിഫൈനറിയിലേക്ക് എത്തിക്കണം. റിഫൈനറി നോർമലി വരുന്നത് നമുക്ക് കിട്ടുന്ന സീഡ് അടുത്തോ അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ റിഗിൻ്റെ അടുത്തോ ഒന്നും ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ റിഫൈനറിയിലേക്ക് എത്തുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോറേജിലേക്കൊക്കെ എത്തുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്. കാരണം ഇതിനെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് ആ റിഫൈനറിയിലേക്ക് എത്തി റിഫൈനിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിഡ് സ്ട്രീം എന്ന് പറയുന്നത്. ഈ മിഡ് സ്ട്രീമിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ വണ്ടികളിലോട് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ക്രൂഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പൈപ്പ് ലൈൻസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ ട്രക്കിലൂടെ ആയിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻസിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ QA/QC എഞ്ചിനീയേഴ്സിന് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് വരുന്നതാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മുടെ ഡൗൺ സ്ട്രീമിൽ എന്ന് വെച്ചാൽ റിഫൈനറികൾ അല്ലെങ്കിൽ കെമിക്കൽ പ്ലാന്റുകൾ, പവർ പ്ലാന്റിലേക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൂഡ് എത്തും. അതിനുശേഷമാണ് നമുക്ക് കിട്ടുന്ന നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോമിലേക്ക് ഇതിനെ മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു മേഖലയാണ് ഡൗൺ സ്ട്രീം. എന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്ലോമ ഹോൾഡേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, കെമിക്കൽ എഞ്ചിനീയേഴ്സ്, ഏതൊരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന
ഒരു മേഖലയാണ് ഡൗൺ സ്ട്രീം എന്ന് വെച്ചാൽ റിഫൈനറികൾ, കെമിക്കൽ പ്ലാന്റുകൾ, പവർ പ്ലാന്റുകൾ പോലുള്ള സ്ഥലങ്ങൾ. എന്നുവെച്ചാൽ അവിടെ ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ അല്ല. ഏത് ക്വാളിഫിക്കേഷൻകാർക്കും പല പല പൊസിഷൻസ് ഉണ്ട്. നമുക്കറിയാം ഈ പറയുന്ന QC, സേഫ്റ്റി, പ്രൊഡക്ഷൻ, റിഫൈനിങ്, അങ്ങനെയുള്ള പല പല സെക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ പെട്രോളിയം ഇൻഡസ്ട്രിയിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും കോഴ്സുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കേണ്ടതുണ്ടോ എന്ന് പല ആളുകളുടെയും ഡൗട്ടാണ്. എന്നുവെച്ചാൽ നമുക്കറിയാം നിരവധി കോഴ്സുകളുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. നിരവധി കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ഡ്രില്ലിംഗ് ടെക്നോളജി നമുക്ക് പഠിക്കാം. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന പല കോഴ്സുകളുണ്ട്. അതിൽ തന്നെ സബ്ബായിട്ട് ഈ പറയുന്ന NDT, QC, സേഫ്റ്റി എന്നൊക്കെ പറയുന്ന പല ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കോഴ്സുകൾ നമുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ചില ഫീൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ നമുക്ക് ഡ്രില്ലർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അതിനോടൊപ്പം ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ സേഫ്റ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അങ്ങനെ ചില ഫീൽഡുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. എന്നാൽ എല്ലാ ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ്, ഞാൻ നേരത്തെ പറഞ്ഞ റോസ്റ്റ് അബൌട്ട്, അതുപോലെ തന്നെ റിഗർ, ഈ പറയുന്ന ഫയർമാൻ, അങ്ങനെ പറഞ്ഞ പല പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫ്ലോർമാൻ, ഇങ്ങനെയുള്ള പൊസിഷനിലേക്കൊന്നും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ ആവശ്യം അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കേണ്ട ശരിക്കും ആവശ്യമില്ല. പക്ഷേ നോർമലി ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു നോർമൽ മനുഷ്യന് നമുക്ക് ഈ ഒരു ഫീൽഡിനകത്ത് എന്താണ് നടക്കുന്നത്, എന്താണ് അല്ലെങ്കിൽ ഒരു റോസ്റ്റ് അബൌട്ടിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ ഇങ്ങനൊരു ജോബ് എവിടെ പോയാൽ കിട്ടും, നമുക്ക് എവിടെ നമ്മൾ അന്വേഷിക്കണം ഈ ഒരു ജോബിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഒരു നോർമൽ മനുഷ്യനെ അറിയാനുള്ള ചാൻസ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിച്ചു അല്ലെങ്കിൽ പറയുന്ന പെട്രോളിയം കോഴ്സ് പഠിച്ചു, ഈ പെട്രോളിയം കോഴ്സ് പഠിച്ച് ഈ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷനായിട്ട് പോയാലേ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ജോലി കിട്ടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധമില്ല. പക്ഷേ ഈ പെട്രോളിയം ഇൻഡസ്ട്രിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെസിഗ്നേഷനെ കുറിച്ച് നമുക്കൊരു ബേസിക് നോളജ് വേണം. ആ ഒരു ബേസിക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് ഒരുപാട് ഡെസിഗ്നേഷൻസിൽ നമുക്കൊരു ബേസിക് നോളജ് നമുക്കുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് QA, QC പഠിക്കാം, NDT പഠിക്കാം, പൈപ്പിംഗ് പഠിക്കാം, വെൽഡിംഗ് ഇൻസ്പെക്ഷൻ പഠിക്കാം, അതുപോലെ തന്നെ സേഫ്റ്റി പഠിക്കാം, പ്രൊഡക്ഷൻ, അപ് സ്ട്രീം, മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം, ഇങ്ങനെയുള്ള സ്ട്രീമുകളെ കുറിച്ചൊക്കെ നമുക്കൊരു ബേസിക് ധാരണ നമുക്ക് കിട്ടും. ആ ഒരു ധാരണയോടുകൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ജോബിലേക്ക് കയറാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിഫൈനറിയിൽ അല്ലെങ്കിൽ കെമിക്കൽ പ്ലാന്റുകളിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ അപ്സ്ട്രീമിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു ജോബിലേക്ക് കയറി അവിടെ നിന്ന് എക്സ്പീരിയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കണം മറ്റ് ജോബ് പൊസിഷൻസ് ഏതൊക്കെയാണ്, ആ പൊസിഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നോളജ് നമുക്ക് വേണം, ആ നോളജ് നമുക്ക് എങ്ങനെ എത്ര മാസത്തിനുള്ളിൽ എത്ര വർഷത്തിനുള്ളിൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അതിനുശേഷമേ നമുക്ക് ആ ഒരു പറയുന്ന പർട്ടിക്കുലർ ഡെസിഗ്നേഷനിലേക്ക് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ടാവും. അപ്പോൾ അവൻ ആ ഒരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കും എനിക്ക് ഇന്ന പൊസിഷനാണ് കുറച്ചും കൂടെ ബെറ്റർ, ആ ഒരു പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കരിയർ എനിക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻസ് ആയിട്ട് അവനൊരു ആ ഒരു തോട്ട് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവനത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്. അതിലേക്ക് ഈ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാലറി തന്നെയാണ്. സാലറിയും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ അല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആളുകൾ പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും, ചിലർ ഒട്ടും പഠിക്കാൻ മിടുക്കരല്ല, അല്ലെങ്കിൽ പുറകിലോട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. ഇത് ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ അല്ല, അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒരു മാറ്റർ അല്ല. അവർ വർക്ക് ചെയ്യാൻ റെഡിയാണോ, അവർക്ക് ഹൈ സാലറിയിൽ പോകാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം അപ്പോൾ എത്രയാണ് സാലറി എന്ന് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും. ഒരു റോസ്റ്റ് അബൌട്ട് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഫ്ലോർമാൻ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കയറി കഴിഞ്ഞാൽ, റിഗർ അല്ലെങ്കിൽ ഡ്രില്ലർ എന്ന് പറയുന്ന പൊസിഷനിൽ കയറി കഴിഞ്ഞാൽ എത്ര സാലറി ഉണ്ടാവുന്നതാണ്. അത് നമ്മളുടെ കമ്പനികളെ ഡിപ്പെൻഡ്, പല സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാലറി കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന കൺട്രി കമ്പനികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാലറി വരുന്നത്. എന്നാലും മറ്റ് ഏത് ഫീൽഡിനേക്കാളും സാലറി, നല്ല രീതിയിലുള്ള സാലറി ഏറ്റവും കുറഞ്ഞ സമയത്തിന്, അതുകൂടെ പറയണം, എന്നുവെച്ചാൽ ഒരുപാട് ടൈം എടുക്കാതെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇന്ത്യക്കകത്ത് ഇപ്പോൾ ഒരു റോസ്റ്റ് അബൌട്ട് അല്ലെങ്കിൽ ഫ്ലോർമാൻ പോലുള്ള പൊസിഷനിലേക്ക്, റോസ്റ്റ് അബൌട്ട് പൊസിഷനിലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ
ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രഷറായിട്ട് കയറുവാണെങ്കിലാണ് ഞാൻ പറയുന്നത് ഒരു 20 to 35 അല്ലെങ്കിൽ 40,000 സാലറി നമുക്ക് ഈ പറയുന്ന ഇന്ത്യക്കകത്ത് ഒരു ഫ്രഷറായിട്ട് കയറുമ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ നോർമലി ചിലപ്പോൾ ഇന്ത്യക്കകത്തുള്ള നമ്മൾ ഈ പറയുന്ന റിഗുകൾ, നമുക്കിവിടെ റിഗുകളുണ്ട്, ഓഫ് ഷോർ റിഗുകളുണ്ട്, ലാൻഡ് റിഗുകളുണ്ട്, ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് അത്. ഇന്ത്യക്കകത്ത് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ നടക്കും, നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻസ് ഇന്ത്യക്കകത്ത് നടക്കുന്നുണ്ട്. അത് ഓഫ് ഷോറിൽ നടക്കുന്നുണ്ട്, ലാൻഡ് റിഗുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലേക്ക് കയറുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് റോസ്റ്റ് അബൌട്ട് എന്നുള്ള പൊസിഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല, എന്നാൽ പലപ്പോഴും പല സ്റ്റുഡൻസ് അതിലേക്ക് പോകാറുമുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നത് 20 to 35, 40 നിയർ ആയിരിക്കും സാലറി വരുന്നത്. പിന്നെ ചിലപ്പോൾ കൂടുതൽ ആളുകൾ കയറുക ഒരു ഹെൽപ്പർ പൊസിഷനിൽ, ഇപ്പോൾ റോസ്റ്റ് അബൌട്ടും അല്ലെങ്കിൽ റിഗർ അല്ലെങ്കിൽ സേഫ്റ്റി അങ്ങനെയൊന്നും അല്ലാതെ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നൊരു പോസ്റ്റാണ് ഹെൽപ്പർ എന്ന് പറയുന്ന പൊസിഷൻ. ആ ഒരു പൊസിഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറി ഒരു 18 to 30, ബിലോ 30 ഒക്കെ ആയിരിക്കും നമുക്ക് സാലറി. അതുപോലെ സേഫ്റ്റിയിലേക്ക് കയറാം. ഈ പറയുന്ന ഫയർമാൻ, ഫയർ വാച്ചർ, സേഫ്റ്റി സൂപ്പർവൈസർ, സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമുക്ക് ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് പോലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും. അവിടെയും നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് സാലറി വരുന്നത് ഒരു 22 ബിലോ 30 ആ ഒരു റേഞ്ചിലായിരിക്കും സാലറി വരുന്നത്. ഇത് നേരെ എബ്രോഡിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ GCC ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അവിടെ നമുക്കൊരു റോസ്റ്റ് അബൌട്ട് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് കയറുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു 40 to between 80 ആ ഒരു റേഞ്ചിൽ സാലറി ഉണ്ടാകും. പിന്നെ ഡിപ്പെൻഡിങ് അവരുടെ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ് സാലറി വരുന്നത്. അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ സാലറി വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഓരോ വർഷം അവർക്ക് പ്രൊമോഷൻസ് അനുസരിച്ച് ഒരു റോസ്റ്റ് അബൌട്ടിൽ കയറിയ ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു ഡ്രില്ലർ എന്നുള്ള പൊസിഷനിലേക്കൊക്കെ എത്താൻ പറ്റും. ഒരു ഡ്രില്ലർ എന്ന് പറയുന്ന പൊസിഷനിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മന്ത്ലി തന്നെ അവരുടെ സാലറി ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നൊരു സാലറി ഇപ്പോൾ ഒരു 5 lakhs 10 lakhs എന്നുള്ളതല്ല, മന്ത്ലി 25 lakhs 1 CR വാങ്ങിക്കുന്ന ആളുകൾ വരെ ഡ്രില്ലിംഗ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡിങ് അവരുടെ എക്സ്പീരിയൻസ്, നോളജിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് മാത്രം. അതുപോലെ ഈ പറയുന്ന ഫ്ലോർമാൻ, ഞാൻ നേരത്തെ പറയുന്ന റിഗർ, സേഫ്റ്റി ഓഫീസർ, എൻജിനീയേഴ്സ്, ഇവർക്കെല്ലാം നമ്മൾ മറ്റ് ഫീൽഡുകളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല സാലറി വരുന്നുണ്ട്. ഈ ഒരു കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി ആളുകൾ ഇങ്ങനെയുള്ള ഒരു കോഴ്സുകൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? പല ആളുകളുടെയും ഡൗട്ടാണ്, 10ാം ക്ലാസ് കഴിഞ്ഞവൻ ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമോ, ഇതിന് എഞ്ചിനീയറിംഗ് ആവശ്യമുണ്ടോ, +2 വേണോ എന്നുള്ള പല ആളുകളുടെയും ഡൗട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് 10th ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. 10th പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ജോലിക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോബ് ഡെസിഗ്നേഷൻസ് ഈ ഒരു മേഖലയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ BTech കഴിഞ്ഞ ഒരാളാണ് ഈ ഒരു മേഖലയിൽ പോകുന്നെങ്കിൽ അവനൊരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. ആ സ്ഥാനത്ത് ഒരു +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സുകാരനാണ് ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നെങ്കിൽ ഒരിക്കലും അവനൊരു എഞ്ചിനീയർ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവന് ഞാൻ നേരത്തെ പറഞ്ഞ റോസ്റ്റ് അബൌട്ട് അല്ലെങ്കിൽ ഫ്ലോർമാൻ, റിഗർ, സേഫ്റ്റി, ഫയർമാൻ, ഫയർ വാച്ചർ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അവന് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വർക്കിലേക്ക് ഇവർക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം കുറേ തിയററ്റിക്കായിട്ട് പഠിച്ചിട്ട്, കാരണം നമുക്ക് ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി കാണണമെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിലോട്ട് തന്നെ പോകണം. എന്നാലും നമുക്ക് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. റിഫൈനറീസിൻ്റെ, കെമിക്കൽ പ്ലാന്റ്സിൻ്റെ, അതുപോലെ ഡ്രില്ലിംഗ് മേഖലയുടെയൊക്കെ ഈ പറയുന്ന ഡെമോ ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു ബേസിക് ഐഡിയ കിട്ടും. എന്താണ് റിഫൈനറിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് പഠിക്കുന്ന ഒരു NDT-നകത്ത് എന്തൊക്കെ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു പൈപ്പ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വെൽഡ് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകൾ അഡ്വാൻസ് ലെവലിലും ബേസിക് ലെവലിലും ആയിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മളുടെ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ച് നമുക്ക് ബേസിക് ഒരു നോളജ് വേണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പോകുമ്പോൾ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെല്ലാം മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പലപ്പോഴും സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാൻ വരുന്നത് തന്നെ ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ സാലറി കണ്ടിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാലറിയൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത്. അല്ല പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ലക്ഷക്കണക്കിന് രൂപ സാലറി കിട്ടുമെന്ന് വിചാരിച്ച് ഒരാളും ഈ കോഴ്സ് പഠിക്കരുത്. കാരണം നമുക്ക് എല്ലാ
ഫീൽഡിലും നമുക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. കോഴ്സ് പഠിച്ച് നമുക്കൊരു ബേസിക് സാലറി നമ്മൾ ജോബിന് കയറി മിനിമം എക്സ്പീരിയൻസ് ആയതിനു ശേഷമേ നമുക്കൊരു ബെറ്റർ സാലറിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. എന്നാൽ മറ്റ് ഫീൽഡുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു കുറച്ച് ബെറ്റർ സാലറിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഫീൽഡിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ക്വാളിഫിക്കേഷൻ ഒരു മാൻഡേറ്ററി അല്ല. 10ാം ക്ലാസ് കഴിഞ്ഞവനും ബിടെക് കഴിഞ്ഞവനും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്വയർ ചെയ്യുന്ന ആ ഒരു നോളജ് അല്ലെങ്കിൽ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് നല്ല സ്കില്ലുണ്ടാക്കി നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക, നല്ല പൊസിഷനിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ സാലറി. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വെക്കുക എന്നുള്ളതാണ്. Audi Group of Institutions, the most trusted quality training provider.